എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഗാർഹിക പാചകവാതക സിലിണ്ടറിന് ഏർപ്പെടുത്തിയിട്ടുള്ള ബുക്കിംഗ് സമയപരിധി കുറയ്ക്കില്ല എന്ന് പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. LPG ബുക്കിംഗിന് ഇപ്പോൾ 25 ദിവസത്തെ സമയപരിധിയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒരു സിലിണ്ടർ ബുക്ക് ചെയ്തതിന് ശേഷം മറ്റൊരു സിലിണ്ടറിന് ബുക്ക് ചെയ്യുന്നതിന് 25 ദിവസം കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ള പെട്രോളിയം മന്ത്രാലയത്തിന്റെ അറിയിപ്പ്. ഗ്യാസ് ഇല്ലാതെ പാചകം പൂർണ്ണമായും സൗജന്യമാക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതി ആരംഭിച്ചു. നേരത്തെ തന്നെ വീടുകളിൽ സോളാർ വെക്കുന്നതിന് പ്രധാനമന്ത്രി സൂര്യഘർ പദ്ധതി ആരംഭിച്ചിരുന്നു. ഈ പദ്ധതി പ്രകാരം 78,000 രൂപ വരെ സബ്സിഡിയും തവണ വ്യവസ്ഥകളിലുള്ള പലിശരഹിത വായ്പയും കേന്ദ്ര സർക്കാർ ഇപ്പോൾ തന്നെ നൽകി വരുന്നുണ്ട്. ഇത് വൈദ്യുതി ബിൽ പൂജ്യമാക്കാനുള്ള പദ്ധതിയാണ് തുടങ്ങിയത് എങ്കിൽ രാജ്യത്ത് വൈദ്യുതി പാചക രീതി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇൻഡക്ഷൻ സ്റ്റൗ വാങ്ങുന്നതിന് പലിശരഹിത വായ്പ ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതി ഇട്ടിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് പാചകവാതക വിതരണത്തിലുണ്ടായ പ്രതിസന്ധിയും വിലക്കയറ്റവും സാധാരണക്കാരെ ബാധിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നിർണായക നീക്കം. പൊതുമേഖലാ സ്ഥാപനങ്ങളായ എനർജി എഫിഷ്യൻസി സർവീസ് ലിമിറ്റഡ് EESL വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയിലൂടെ ഇൻഡക്ഷൻ കുക്കർ വാങ്ങുന്ന ഉപഭോക്താക്കൾ മാസ തവണകളായി സ്റ്റൗവിന്റെ യഥാർത്ഥ തുക മാത്രം EMI ആയി അടച്ചാൽ മതിയാകും. ലോക ബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് തുടങ്ങിയ അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളുമായി ചേർന്നാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. വായ്പയുടെ പലിശ ഇനത്തിലുള്ള തുക ഈ സ്ഥാപനങ്ങൾ സബ്സിഡിയായി നൽകുന്നതാണ്. 2023 ആരംഭിച്ച നാഷണൽ എഫിഷ്യൻസി കുക്കിംഗ് പ്രോഗ്രാം NECP വിപുലീകരിച്ചുകൊണ്ടായിരിക്കും ഈ ആനുകൂല്യം ജനങ്ങൾക്ക് ലഭ്യമാക്കുക. നിലവിൽ ഈ പദ്ധതിയിൽ പലിശ സബ്സിഡി ഉൾപ്പെടുത്തിയിട്ടില്ല. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് അധിക ബാധ്യത ഇല്ലാതെ വൈദ്യുതി പാചക രീതിയിലേക്ക് മാറാൻ ഇത് അവസരം ഒരു. ലോകത്തെ തന്നെ രണ്ടാമത്തെ വലിയ LPG ഇറക്കുമതി രാജ്യമാണ് ഇന്ത്യ. പ്രതിവർഷം ആവശ്യം വരുന്ന 3.3 കോടി ടൺ പാചകവാതകത്തിന്റെ 65% ഇറക്കുമതി ചെയ്യുകയാണ്. ഇതിൽ 90% വരുന്നത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യം ഇന്ധന ഇറക്കുമതിയെയും പാചകവാതക ലഭ്യതയെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇത് മുൻനിർത്തിയാണ് പരമ്പരാഗത ഗ്യാസ് അടുപ്പുകൾക്ക് പകരം ഇൻഡക്ഷൻ സ്റ്റൗ ജനകീയമാക്കാൻ സർക്കാർ ശ്രമിക്കുന്നത്. മുമ്പ് ഒരു ആഡംബര വസ്തുവായി കണ്ടിരുന്ന ഇൻഡക്ഷൻ സ്റ്റൗകൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വിപണിയിൽ വലിയ ഡിമാൻഡാണ് അനുഭവപ്പെടുന്നത്. കറണ്ട് ബില്ല് അടക്കുകയാണ് എങ്കിൽ പോലും ഇപ്പോഴത്തെ ഗ്യാസ് വില അനുസരിച്ച് പാചകം ഇൻഡക്ഷൻ കുക്കറിലാണ് എങ്കിൽ വില കുറവാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. മാത്രമല്ല സോളാർ ഉള്ള വീടുകളിലാണ് എങ്കിൽ ഇൻഡക്ഷൻ കുക്കറും എത്ര ഉപയോഗിക്കുകയാണ് എങ്കിലും കറണ്ട് ബില്ല് 0 എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പോൾ ഈ രണ്ട് പദ്ധതികളും ഗഡുക്കളായി പണം അടച്ചുകൊണ്ട് എടുക്കാനുള്ള സംവിധാനം കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. സൂര്യഘർ പദ്ധതി വീടുകളിൽ 1 രൂപ പോലും മുടക്കാതെ സോളാർ വെക്കാനുള്ള പദ്ധതിയാണ്. അത് പണം ഉണ്ട് എങ്കിൽ പണം ഉപയോഗിച്ച് വെക്കാം. 78,000 രൂപ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് വരും. ഇല്ല എങ്കിൽ നമുക്ക് വായ്പ എല്ലാ ബാങ്കുകളും ഇപ്പോൾ നൽകുന്നുണ്ട്. ഓൺലൈനായി രജിസ്റ്റർ ചെയ്തുകൊണ്ട് പദ്ധതിയിൽ ചേരാം. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള KSEB ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പൈപ്പ് ലൈൻ നാച്ചുറൽ ഗ്യാസ് PNG സൗകര്യമുള്ള പ്രദേശങ്ങളിൽ LPG സിലിണ്ടറുകൾക്ക് പകരം PNGയിലേക്ക് മാറുന്നത് സർക്കാർ നിർബന്ധമാക്കി. മാർച്ച് 24 പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം അറിയിപ്പ് ലഭിച്ച് 3 മാസത്തിനുള്ളിൽ ഉപഭോക്താക്കൾ PNG കണക്ഷനിലേക്ക് മാറണം. അല്ലാത്ത പക്ഷം അവരുടെ LPG വിതരണം നിർത്തലാക്കും. രാജ്യത്തുടനീളം പ്രകൃതിവാതക പൈപ്പ് ലൈൻ ശൃംഖലകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ വികസിപ്പിക്കും. പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിന് വിവിധ അതോറിറ്റികളിൽ നിന്നുള്ള അനുമതികൾ, ഉയർന്ന ഫീസുകൾ എന്നിവ ഇനി മുതൽ തടസ്സമാകില്ല. റെസിഡൻഷ്യൽ അസോസിയേഷനുകൾക്കോ ഹൗസിംഗ് സൊസൈറ്റികൾക്കോ പൈപ്പ് ലൈൻ പ്രവൃത്തികൾക്ക് തടയാൻ കഴിയില്ല. രാജ്യം മുഴുവൻ പൈപ്പ് ലൈൻ വിതരണത്തിന് ഏകീകൃത നിയമം നിലവിൽ വരികയാണ്. LPGയെ അപേക്ഷിച്ച് PNGക്ക് 30 മുതൽ 40% വരെ ചിലവ് കുറവാണ്. സിലിണ്ടറുകൾ നിറക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും അധിക ചിലവുകൾ ഒഴിവാകും. ഗ്യാസ് തീർന്നു പോകുമെന്ന പേടി സിലിണ്ടർ ബുക്ക് ചെയ്യാനായി കാത്തിരിക്കേണ്ടതും ഇല്ല. തുടങ്ങിയ കാര്യങ്ങളും PNGയെ പ്രോത്സാഹിപ്പിക്കാനുള്ള കാരണമാണ്. അടുക്കളയിൽ ഉയർന്ന മർദ്ദത്തിലുള്ള സിലിണ്ടറുകൾ സൂക്ഷിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് സുരക്ഷ വർദ്ധിപ്പിക്കും. LPGയേക്കാൾ ശുദ്ധമായ ഇന്ധനമാണ് PNG.
കേരളത്തിലേക്ക് വന്നാൽ സമാന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനത്തെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയും വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ഗ്യാസ് എത്തിക്കുന്ന സിറ്റി ഗ്യാസ് പ്രോജക്റ്റും ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതിന്റെ പ്രധാന വിവരങ്ങൾ ഇങ്ങനെയാണ്. കൊച്ചിയിൽ നിന്നും മംഗലാപുരത്തേക്കുള്ള പ്രധാന ലൈൻ ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഈ ലൈൻ ഇപ്പോൾ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാണ്. കൂടാതെ തമിഴ്നാട്ടിലേക്ക് നീണ്ടുപോകുന്ന കുട്ടനാട് ബാംഗ്ലൂരു പൈപ്പ് ലൈൻ ജോലികളും അതിവേഗത്തിൽ മുന്നോട്ട് പോകുന്നു. സിറ്റി ഗ്യാസ് പദ്ധതിയുടെ കാര്യങ്ങൾ ഇനി പറയുന്ന രൂപത്തിലാണ്. വീടുകളിലേക്ക് നേരിട്ട് പാചകവാതകം എത്തിക്കുന്ന പദ്ധതിയാണിത്. ഓരോ ജില്ലകളിലേക്കും വിവിധ കമ്പനികൾക്കാണ് ഇതിന്റെ ചുമതല. കൊച്ചിയിൽ ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് പ്രൈവറ്റ് ലിമിറ്റഡ് മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഒട്ടുമിക്ക ഭാഗങ്ങളിലും കണക്ഷൻ ഇതിനകം തന്നെ നൽകി കഴിഞ്ഞു. ഈ പ്രദേശങ്ങളിലെല്ലാം ഗ്യാസ് ലഭ്യമായ ആളുകൾക്ക് ഇതിനകം ഇതിലേക്ക് മാറുന്നതിന് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടാകും. ഇല്ല എങ്കിൽ ഉടനെ നോട്ടീസ് ലഭിക്കുന്നതാണ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പ്രധാന വിതരണ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. നഗരസഭകൾ കേന്ദ്രീകരിച്ചാണ് പൈപ്പുകൾ സ്ഥാപിക്കുന്ന ജോലി പുരോഗമിക്കുന്നത്. കോഴിക്കോട് നഗരത്തിന്റെ പല ഭാഗത്തും പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ആയിരക്കണക്കിന് വീടുകളിൽ ഉടൻ കണക്ഷനുകൾ ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ അറ്റ്ലാന്റിക് ഗൾഫ് ആൻഡ് പസഫിക് കമ്പനിക്കാണ് ഇവിടുത്തെ ചുമതല. തിരുവനന്തപുരം നഗരങ്ങളിലും കൊച്ചുവേളി പരിസരങ്ങളിലും പൈപ്പ് ലൈൻ ഇടൽ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. ഇതുവരെ ഇത് നിർബന്ധം പറഞ്ഞിരുന്നില്ല. അപ്പോൾ കണക്ഷൻ ലഭ്യമായി കഴിഞ്ഞാൽ അവിടെയുള്ള പ്രദേശങ്ങളിൽ നോട്ടീസ് ലഭിക്കും. അതിലേക്ക് മാറേണ്ടി വരും, നിർബന്ധമായിട്ടും മാറേണ്ടി വരും. അപ്പോൾ നമ്മൾ LPG സിലിണ്ടർ ഒഴിവാക്കുകയും വേണ്ടി വരും, കണക്ഷൻ ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ PNGയിലേക്ക് മാറണം. PNGയിലേക്ക് മാറുമ്പോൾ 30 മുതൽ 40% വരെ കിഴിവ് ലഭിക്കും എന്നുള്ളതാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ 14 കിലോഗ്രാം സിലിണ്ടറിന് നമുക്ക് 1000 രൂപയോളം വില വരുന്നുണ്ട്. അതിന്റെ 40% കുറവ് വരും എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഏകദേശം 600 രൂപയോളം ചെലവിൽ നമുക്ക് ഇത്രയും ഗ്യാസ് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് വിവരം. പാചകവാതക ക്ഷാമം രൂക്ഷമായിരിക്കെ കരിഞ്ചന്തയിൽ ഗ്യാസ് വിൽപ്പന സജീവമായിരിക്കുകയാണ്. ഗാർഹിക സിലിണ്ടറുകളിൽ നിന്നും വാണിജ്യ സിലിണ്ടറുകളിലേക്ക് നിറച്ചും വാണിജ്യ സിലിണ്ടറുകൾ മറിച്ചുമാണ് ഇത്തരം കച്ചവടങ്ങൾ നടക്കുന്നത്. വാണിജ്യ സിലിണ്ടറുകളിലേക്ക് ഗാർഹിക സിലിണ്ടറിൽ നിന്നും ചെറിയ രീതിയിൽ ഗ്യാസ് ചോർത്തിയും തട്ടിപ്പ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീടുകളിലേക്ക് ഗ്യാസ് എത്തുമ്പോൾ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള തൂക്കം അതിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. വാണിജ്യ സിലിണ്ടറുകളിൽ പാചകവാതകം നിറച്ച് വിൽക്കുന്നത് സംസ്ഥാനത്ത് പിടിച്ചെടുത്തത് ഇതിനകം 3000-ലധികം സിലിണ്ടറുകളാണ്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.